ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും, അല്ലാതെ ഇത് വ്യൂ ചെയ്യുന്ന എല്ലാവർക്കും സുബി സുരേഷിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് അളിയന്മാർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. വേറെ കൂടുതൽ പറഞ്ഞ് അവരുടെ കാകളനാഥിൻ്റെ ഇടയിൽ കയറേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ചാടി വീട്ടിലേക്ക് നോക്കാം. അങ്ങനെ ഒഴിക്കുക. അതെ, അതെ കുഞ്ഞുട്ടാ വന്നേ. ഞാൻ ഇത് ജനിച്ചേ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അവരുടെ പേരെന്താ? ജുവാൻ. ജുവാൻ. ഇവിടത്തെ പട്ടിക്കും ഒന്നും എന്നെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാ പിടിച്ചോ. ഞാൻ പറയുന്നേ, ഇവിടുത്തെ പട്ടിക്കും കുട്ടിക്കും ഒന്നും എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. എന്തിനാ പേരെന്താ നിങ്ങളുടെ? വൈറ്റ്. എന്റെ മോൾക്ക് 2 വയസ്സുള്ളപ്പോ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തതാണ്. അത് സ്പോർട്ടിങ്. അതിന് സ്പോർട്ട് ഇല്ലല്ലോ. ഉണ്ടായിരുന്നു, മാഞ്ഞു പോയതാ. കുഞ്ഞിലെ സ്പോർട്ട് ആയിരുന്നു. എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റേ ആള് എന്റെ ഫ്രണ്ട് വളർത്തിയിരുന്നതാണ്. കുഞ്ഞാണ്, 4 മാസമേ ആയിട്ടുള്ളൂ. ബട്ട് അവരെ നോക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ എന്റെ കിച്ചണൊന്ന് സംബന്ധിച്ച് ഞാൻ രാവിലെ ബീഫ് മേടിക്കാൻ പോകുന്നൊരു സ്ഥലമുണ്ട്. ആ റോഡിൽ 2 പട്ടിയുണ്ട്. ആ കടകളോ എന്റെ കാലമുണ്ട്. ഞാൻ മക്കള് 2 അതെ എന്റെ ഒപ്പം ഉണ്ട്. ആ ഒരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ പ്രളയകാലത്തും അതിനു മുമ്പത്തെ പ്രളയ സമയത്തും എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളത്ത് നിന്ന് ഒത്തിരി പേരെ സഹായിച്ചു. എന്നാൽ പോലും അതിനകത്ത് ഒരു 10 പേരുടെ പേരെടുത്ത മുൻപന്തിയിൽ നിൽക്കാൻ പാകത്തിന് ജിനോ ബ്രോയുടെ പേരുണ്ട്. അതെനിക്ക് അഭിമാനമാണെന്ന് പറയാൻ എൻ്റെ ഫ്രണ്ടാണ്. അതായത് വണ്ടി നിറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഒരു റിനോൾട്ടിന്റെ ഒരു വണ്ടിയാണ്, വൈറ്റ് ഡസ്റ്റർ ആണുള്ളത്. ആ ഡസ്റ്ററിന് ജിനോ ഒഴിച്ച് വേറെ ഒരാളുണ്ടാവത്തില്ല. ബാക്കി നിറയെ സാധനങ്ങൾ കുത്തി നിറച്ച് ഇവിടെ നിന്ന് നിലമ്പൂർക്കും കോഴിക്കോടേക്കും അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. അത് പലരും ജിനോനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. അല്ലേ, ഞാനൊരു കാര്യം പറയുന്നത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് നമ്മൾ കലാകാരന്മാരാണ്. പക്ഷെ അന്ന് ഈ 2 ഫ്ലഡിന്റെ ടൈമിലാണെങ്കിൽ ഇപ്പൊ റീസെന്റ് കോവിഡ് തുടങ്ങിയപ്പോ പോലീസിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഈ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ പൈസയും ഏറ്റവും കൂടുതൽ സാധനങ്ങളും തന്നിരിക്കുന്ന ആർട്ടിസ്റ്റ് നമ്മുടെ ഒരു വോയിസ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ഗൾഫിലുള്ള മലയാളികളും. അതിന്റെ മെയിൻ ധാരയിൽ നിൽക്കുന്നത് നമ്മുടെ നാദർഷിക്കയുടെ ബ്രദർ ഷൗക്കിക്കൊക്കെയാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട് ഗൾഫിലുള്ള. നാട്ടിലും ഗൾഫിലും ഷോസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ കോവിഡ് സമയത്താണെന്നുണ്ടെങ്കിലും കിറ്റ് വിതരണം ചെയ്യുകയും, ഞങ്ങൾക്കൊന്നും പോയി കിറ്റ് കളക്ട് ചെയ്യേണ്ട ആൾക്കാര് കിറ്റ് കൊണ്ടുവന്ന് നമുക്ക് വീട്ടിൽ തരുക ചെയ്തത്. അത് വേണോന്ന് അനുവാദം ചോദിക്കുന്നല്ല ചെയ്തത്. പക്ഷെ കിറ്റ് അതിന് വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ ഉണ്ടോന്ന് ചോദിച്ചിട്ട് നമ്മുടെ വീട്ടിലെ നമ്പർ അറിയാന്നുണ്ടെങ്കിൽ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അതൊരു വലിയ കാര്യമായിട്ട്. അപ്പൊ അതിനകത്ത് ഒരു ആക്റ്റീവ് മെമ്പർ ജിനോ ആണ്. വേറെ പല ഗ്രൂപ്പുകളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫാമിലിയിലേക്ക് ഒന്ന് പരിചയപ്പെട്ട് ഒന്ന് ഇരുന്ന് സംസാരിക്കാം. ഒരു ഇരുത്തം വന്ന സംസാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, എന്താണെങ്കിലും മോർ ദാൻ 20. അത് ഫീൽഡിൽ വന്നപ്പോ തൊട്ട് നമുക്കറിയാം. നമ്മുടെ രണ്ടുപേരുടെയും ഉയർച്ചയും എല്ലാം ആ പടവുകളും എല്ലാം. ഞാനിപ്പോ ഇവിടെ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്ത് സ്നേഹിക്കുന്ന എൻ്റെ ഒരു കൂടപ്പുറപ്പ് ഇതാണ്. അളിയനാണ് ഞങ്ങൾ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഉള്ളതിനാണെങ്കിലും ഇല്ലാത്തതിനാണെങ്കിലും ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കണതും ചീത്ത കേൾക്കണതും എല്ലാം ഞങ്ങളുടെ സുഖിക്കാം. പക്ഷെ ഞങ്ങളുടെ കണക്കിൽ ഞങ്ങളുടെ ആലോചിച്ചാൽ ഞങ്ങളുടെ ബോയാണോ അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ തുടക്കം മുതൽ, കാരണം ഞാനൊക്കെ ഡ്രംസ് ആയിട്ട് സ്റ്റേജിൽ വായിക്കാമെന്ന് എനിക്ക് തോന്നുന്നു സുബി 2-3 പ്രാവശ്യം ഒരുമിച്ചുണ്ടായിരുന്ന സ്റ്റേജുകളിൽ എൻ്റെ സിമ്പിൾ ബാഗ് വരെ എനിക്ക് എടുത്തത് സുബിക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഓർമ്മ ഒപ്പം നിൽക്കുമായിരുന്നു. കാരണം അന്ന് പോണത് ഈ പറഞ്ഞ പോലെ എല്ലാവരും അവരവരുടെ കാറിനോ അല്ലെങ്കിൽ റൂം എടുത്ത് റൂമിലേക്കോ അല്ല, വീട്ടിൽ നിന്ന് നേരെ ഞങ്ങളൊരു വണ്ടിക്ക് ട്രാവറിനകത്തേക്ക് കയറും. അതെ, ഒരുമിച്ച് ഒരുപോലെ. പിന്നെ സെക്കൻഡ് തിങ്, അന്ന് മൊബൈലില്ല. ഞങ്ങളുടെ വീട്ടിലിപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അപ്പോൾ വിളിക്കും, ഓടിച്ചെല്ലും. വൈകുന്നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിക് റിലേഷനാണ്.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും വിളിക്കുന്നത് അളിയാന്ന. എടാ അളിയ എവിടാ, ആ ഒരു റിലേഷൻ. അപ്പൊ അളിയൻ ബന്ധം എന്ന് പറയുന്നത് ഊഹിച്ചു. പിന്നെ എന്നേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും തന്നെ എന്റെ അമ്മയെ നല്ല പരിചയമാണ്. അമ്മ എല്ലാവരും ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നത്. മമ്മിയായിട്ടാണ് എന്നെക്കാളും കൂട്ടുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ സുൽക്കിടാ നമുക്ക് ഇരിക്കാം. എന്റെ വീട്ടിലോട്ട് കുറെ നേരം ഞാൻ പിടിച്ച് നിർത്തിയേക്കണം. എന്നെ നിർത്തിയിട്ട് എന്റെ കുടുംബത്തില് ഞാനിങ്ങനെ എന്താ പറയാ, ജീവിതം എന്ന തീവണ്ടിയുടെ എഞ്ചിനായിട്ട് ഞാൻ എന്റെ ബാക്കിലുള്ള ബോഗീസിനൊക്കെ വിളിക്കാം. കുഞ്ഞു ബോഗി വന്നല്ലോ. ഇതാണ് അപ്പൊ സ്മൈൽ ബേബി. നോ ഫ്ലൈയിങ് കിസ്. എന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ ചോദിച്ചിട്ട് തന്നില്ല കേട്ടോ. രണ്ടാമത്തെ ഇരിക്കാം. ഇതാണ് ജിനോയുടെ സന്തോഷം നിറഞ്ഞെന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയുന്നവരാണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫാമിലിയാണ് ഇവര്. എല്ലാത്തിനും കട്ടക്ക് നിൽക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ജിനോയുടെ ഗുണ്ടയാണ് ഇരിക്കുന്നത്. സിന്ധു ഞാൻ എന്റെ സ്വകാര്യമായിട്ടുള്ള അഹങ്കാരം തന്നെ പറയാം. ഒരു ഭർത്താവിന് തരണ്ട, അതിലപ്പുറം ഒരു ഫ്രണ്ടിന് തരണ്ട ഏറ്റവും കൂടുതൽ ഫ്രീഡം തന്ന് ഒരു ഭാര്യയുടെയും കൂട്ടുകാരത്തിയുടെയും ഒരു ഗേൾ ഫ്രണ്ടിന്റെ സ്ഥാനം ഒരുപോലെ കൊണ്ടുനടക്കുന്ന കയറ്റം. അത് ഏറ്റവും കൂടുതൽ ചിലപ്പോ നമുക്ക് കുറച്ചു പേർക്കായിരിക്കും എന്തിനും തല്ലണോ തല്ലൻ. അല്ല കുഴപ്പമെന്ന് വെച്ചാൽ നമ്മള് ഒന്ന് റഫായിട്ട് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ തിരുമ്പി ചിലപ്പോ ഇവിടെ തല്ലിയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ ചോദിക്കും, നീ എന്തിനാ തല്ല്? അടിച്ചു വേറെ കഥയൊന്നുമില്ല. ആ ഫോണൊന്ന് സൈഡിലേക്ക് വെച്ചു. മോളെ പരിചയപ്പെടുത്തിയില്ല. ജൂലിയൻ അല്ലെ? ജൂലിയൻ എന്നല്ലേ പേര്? ജൂലിയൻ. മോളോട്ടി എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. അതെന്താ? എപ്പോഴും അങ്ങനെയാണ്. ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണ്. മേക്കപ്പ് സാധനങ്ങളൊക്കെ അച്ഛൻ മേടിച്ചു തരും. 2 വാങ്ങിച്ചു കൊടുത്ത് 2 പൊട്ടിച്ച്. വലിയ ബോക്സ് അല്ലേ? ഇപ്പൊ നമ്മുടെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അതിനെ കുറിച്ച് പറഞ്ഞേ, പ്രേക്ഷകർക്ക് അറിയട്ടെ. എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിയുന്നത് ജിനോ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രമ്മറയാണ്, അല്ലെങ്കിൽ മ്യൂസിഷ്യനാണ്. 15-ാം തീയതി ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് ഫ്രം ദാറ്റ് ഡേ ടു ഇന്ന് വരെ ഒരൊറ്റ ഷോ പോലും ഇല്ല. സത്യം. കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരിടത്തും പെർഫോം ചെയ്യാനും പറ്റിയിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ജീവിതമാർഗ്ഗം അതായിരുന്നു. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് അപകടം മണത്തപ്പോഴത്തേനും ഞാൻ ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ. എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ ഫാമിലിയുണ്ട്, എൻ്റെ വൈഫ്, എൻ്റെ 2 പിള്ളേർ. അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ഞാൻ പട്ടിണി കിടന്നാലും ചെയ്യും എന്നുള്ള ഒരേ ഒരു വാശിക്ക് ഇറങ്ങി തിരിച്ച് അന്ന് കപ്പയും കാന്താരിയായിരുന്നു ഞാൻ തുടങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരൻ കിഷോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലമ്പൂരുള്ള, അവൻ അവിടെ നിന്ന് എനിക്കൊരു പേട ജിനോസ് കിച്ചൺ എന്ന് പേരിടും, നീ തുടങ്ങി ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ കാന്താരി ചമ്മന്തി കപ്പ, അപ്പോൾ കപ്പയൊക്കെ ഞാൻ തോട്ടത്തിൽ പോയി എടുക്കും, നല്ല കപ്പ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കപ്പയും കാന്താരി തുടങ്ങി. പിന്നെ കപ്പയും ബീഫുമായി, കപ്പയും മീൻകറിയുമായി. പിന്നെ കറികൾ വരാൻ തുടങ്ങിയപ്പോഴേക്കും എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അതിൽ നിന്ന് എൻ്റെ സണ്ണി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിടാ, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പൊറോട്ട വെച്ചിട്ട് സംഭവം കൊണ്ട് കിഴിപ്പൊറോട്ട എന്ന് പറഞ്ഞു. ശരി സണ്ണി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തില്ല. ഞാൻ ആദ്യം ഇവിടെ 2 ദിവസത്തെ കിഴിപ്പൊറോട്ട ഉണ്ടായിരുന്നു, ഇവിടെ എല്ലായിടത്തും പോയിട്ട് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ വെറുതെ പൊറോട്ടയും അവർ കറക്കി കൊടുക്കാൻ വെച്ചിരിക്കുന്ന ബീഫ് ക്രീന്ന് കുറച്ച് കറി ഇട്ടിട്ട് വെറുതെ ഇത് ചെയ്ത് വെറുതെ ഇലയിലോട്ടം കെട്ടിയിട്ടങ്ങ് കൊടുക്കുക. അപ്പോൾ ഈ 3 ഫ്ലേവർ എനിക്ക് കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു മസാല ഉണ്ട്. കാര്യം എനിക്ക് ലൈഫിൽ മ്യൂസിഷ്യൻ എന്നുള്ളത് കൂടാതെ ഒരു 13 വർഷത്തിലുള്ള എക്സ്പീരിയൻസ് ഫുഡ് ഇൻഡസ്ട്രിയിലുണ്ട്. ഞാനൊരു ഷെഫാണ്. അപ്പോൾ അതിന് ഞാൻ എൻ്റേതായിട്ടുള്ള മസാല കണ്ടുപിടിച്ചിട്ട് ബീഫിൽ ഞാനത് ട്രൈ ചെയ്ത് അതിൽ ഞാൻ കിഴിപ്പുറം ഉണ്ടാക്കി. ഇത്ര ടൈം തന്നെ വാഴയിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ ഈ ഫ്ലേവർ കിട്ടുന്നുള്ള എടുത്തിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു 10 അല്ല 6 ഫസ്റ്റ് പ്രൊഡക്ഷൻ. പിന്നെ അത് 10 പിന്നെ ഇപ്പോൾ ദൈവത്തിൻ്റെ കുറച്ച് ഷോപ്പുകളിലെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കൗണ്ട് പറയില്ല, കാരണം
അതുകൊണ്ട് പറയാൻ പാടില്ല. പറയണം, പറ. 10. ഇല്ല, അതെ, 10. എന്നോട് പറഞ്ഞു വെച്ചെന്താ? അതെ, ഏറ്റവും വലിയ കള്ളനാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ ഇത് ഇതുവഴിയാകുമ്പോ കള്ളന്മാരുടെ അടുത്തേക്ക് ഫുള്ള് പോവും. എന്റെ നല്ല വിശ്വാസം. അല്ല, വേറൊന്നുകൊണ്ട് പറഞ്ഞാല എന്റെ മകളെ കുട്ടിപ്പട്ടാളത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞാൻ ജമ്മത്ത് വിട്ടുകൊടുക്കൂ. സ്വഭാവം എനിക്ക് കൊറേ നഗ്ന സത്യങ്ങൾ എനിക്ക് അറിയാത്തോണ്ടാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്നെ ഒരു വിളി, എന്തോ കുഞ്ഞാവേ കൊടുത്തു. മാതാവിന് മുത്തി കളിക്കാട്ടോ ഇവിടെ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ വിളിച്ചു, നീ ഇറങ്ങിയോ? ഞാൻ വണ്ടിയിലേക്ക് കയറുന്നു. എന്താണ് ഞാൻ വണ്ടി കയറിയിട്ട് വിളിക്കാം? ഇല്ലെങ്കിൽ നീ ഇറങ്ങിയല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഒക്കെ ഇങ്ങോട്ട് എത്താനുള്ളൂ. അപ്പൊ എന്താണെന്ന് ഉറപ്പിച്ചു. എന്തുകൊണ്ടാന്നറിയോ? കണക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മൊബൈലിലെ കണക്ക് പ്രശാന്ത് ചോദിച്ചത് അത്. അപ്പൊ ഉറപ്പിച്ചല്ലേ. എന്നോട് പറയാം, നീ ചോദിക്കാതെ പറയാതെ കയറി വരുമ്പോ ഞാൻ എന്റെ 6 പാക്കും കാണിച്ച് മുണ്ട കൊടുത്ത് നിൽക്കണ്ടാവും. ഇച്ചിരി ഒരു ബനിയനെങ്കിലും എടുത്തിട്ടുണ്ട്, അതിന് വേണ്ടിയാണ്. അതുപോലെ വിശ്വാസമാണ് എന്നെ. അതെ, ഇല്ല എന്താ അറിയോ, സുബിതാറിന്റെ പണി എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ചിരിച്ചോണ്ട് ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ ഇത്രയും വശമുണ്ടെങ്കിൽ ഇവിടം വരെ മുറിഞ്ഞത് ഇങ്ങനെ കിടക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ മുറിഞ്ഞതല്ല. അതുവരെ അറിയിക്കാണ്ട് മുറിച്ചിടാം. അപ്പൊ അതിലും നല്ലത് അഡ്വാൻസ് ജാമ്യം എടുത്ത് വെക്കാം. അപ്പൊ ജിനോസ് കിച്ചൺ എന്നുള്ള ഇതില് ഇപ്പൊ എനിക്ക് പലരുടെ ചട്നീസ് ഒരു ഷോപ്പ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചെയ്യുന്നുണ്ട് റീസെന്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ പയ്യൊന്ന് കിഴിപ്പൊറോട്ടയിൽ നിന്ന് കുറച്ച് ഇടത്തേക്കൊന്ന് മാറാൻ പോവാം. പുതിയൊരു പ്രൊഡക്റ്റായിട്ട് വരുവാണ്. ബൈ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ടിങ്ങിൽ മൺഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്ന് ആ പുതിയ പ്രോഡക്റ്റ് ഇന്ന് പുതിയ പ്രൊഡക്റ്റ് അല്ല, ഇന്ന് കിഴിയുടെ ഒരു വെറൈറ്റി. കാര്യം സുബി ഇന്ന് വരെ എൻ്റെ അടുത്ത് കഴിച്ചിട്ടില്ല. എപ്പോഴും എല്ലാവർക്കും ഇങ്ങോട്ട് സസ്പെൻസ് വെക്കുന്ന സുബിയാണ്. പക്ഷെ ഇന്ന് ഞാൻ സുബിക്ക് തിരിച്ചൊരു സസ്പെൻസ് അങ്ങോട്ട് വെക്കണം. കാര്യം എന്നോട് പറഞ്ഞു, എടാ നമുക്ക് ആരെങ്കിലും ഹൈ ലെവലിലുള്ള ഒരാളെ അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കണം, എന്നിട്ട് നമുക്കതൊരു സംഭവമാക്കണം എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സുകൊണ്ട് ഒരാളുടെ ടാലൻറ്റ് വെച്ചിട്ട് അയാളൊരു ലെവലിൽ സ്വന്തം പ്രയത്നം കൊണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എൻ്റെ സെലിബ്രിറ്റി എൻ്റെ കൂടപ്പിറപ്പാണ്. അപ്പം ഞാനിത് ഇവിടെ തന്നെ വെച്ച് പൊട്ടിക്കും, സുബിയെ കൊണ്ട് തീറ്റിക്കും. സുബി അത് അനുഭവിച്ചേ പറ്റൂ. അതെ, നമ്മള് സംസാരവും കുക്കിങ്ങും ഒക്കെ നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആൾക്കാരിൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ജിനോ കെ ജോസ് എന്ന് പറയുമ്പോ തന്നെ, അന്ന് കേൾക്കുമ്പോ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കൊട്ടും പാട്ടും ഒക്കെയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. കൊട്ടും പാട്ടും ആട്ടവും ഒക്കെ ആയാലും കൊട്ടും പാട്ടും ആട്ടവും എല്ലാം ഞാൻ കേൾപ്പിക്കാം. അതിനകത്ത് എനിക്കൊരു മടിയില്ല. കാരണം ഇന്ന് ജിനോ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ജിനോ ഡ്രമ്മർ തന്നെയാണ്, ജിനോ ഒരു പെർക്കഷൻ പ്ലെയർ തന്നെയാണ്, ഒരു മ്യൂസിഷ്യനാണ്. അതായത് ജൂനിയർ ശിവമണി, അത്രേ ഉള്ളൂ. ആ ഒരൊറ്റ വാക്കിലങ്ങ് തീർന്നു. അത് മ്യൂസിക്കിന് മുമ്പ് നമുക്ക് ശിവമണി സാറായിട്ടുള്ള ഒരു അടുപ്പം പറയും. സാറിന്റെ അടുപ്പം എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ ദേവസിന്റെ കല്യാണത്തിനാണ്. എൻ്റെ ഡ്രീമാണ് ശിവമണി എന്ന് പറഞ്ഞത്. എൻ്റെ 2 കൂട്ടുകാർ ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങളെല്ലാവർക്കും ഒരു എംപിച്ചു കോമഡി ഉത്സവത്തിലെ കീബോർഡ് വായിക്കുന്നത്, പിന്നെ നമ്മുടെ ലോണപ്പൻ ഡ്രമ്മർ. അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തൊക്കെ ഷോയ്ക്ക് പോകുമ്പോൾ ശിവമണിയുടെ ഡ്രമ്മിന്റെ സെറ്റപ്പും ഫുള്ള് സ്റ്റിക്ക് ഇറക്കണ വീഡിയോ ഒക്കെ കൊണ്ടുപോകും. നമുക്ക് ഇങ്ങോട്ടൊന്നും പോകാനുള്ള ആവതില്ലല്ലോ. അപ്പം ഞാനിത് കണ്ട് കൊതി പിടിച്ച് പിന്നെ മനസ്സിലാഗ്രഹം സാറിനെ എങ്ങനെയെങ്കിലും കാണണം എന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കയറി. പിന്നെ സാറ് ചെയ്യണ സാധനം ഞാൻ പയ്യെ ഓരോരോ ഇൻസ്ട്രുമെന്റ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇത്രയും സാധനങ്ങൾ കളക്ട് ചെയ്ത് സ്റ്റീഫൻ ദേവസിന്റെ കല്യാണത്തിനാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് പരിചയപ്പെട്ടു. സാറ് എൻ്റെ ടിമ്പാളിയിൽ സാറ് ഫസ്റ്റ് അവിടെ ഒരു ചെറിയൊരു പെർഫോമൻസ് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പുള്ളിയുടെ മാനേജർ എന്നെ വിളിക്കുവാണ്, ജിനോ കേരളത്തിലൊരു ഷോ ഉണ്ട്, നിൻ്റെ അടുത്ത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ എക്യുപ്മെൻസിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ അയച്ചു കൊടുത്തു. ഈ ഫോട്ടോസ് അവിടെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് സാറപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ നീഡ് ഓൾ ദീസ് എക്യുപ്മെൻറ്റ്സ് ഫോർ ദ ഷോ. ശരി സാർ, ഞാൻ എത്തിക്കാം. അപ്പോൾ ഞാൻ ചെന്നു, സാറിന് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാര്യം ശിവമണിക്കാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇത്ര ആളുകൾ വന്നു. അപ്പോൾ ഇത് ഏതൊരു വലിയ ചാനലിൻ്റെ ഷോ എന്തായിരുന്നു. അപ്പോൾ ഈ ഷോ നടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന ആഡ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലോ. ഇവിടം വരെ ഈ വൈകുന്നേരത്തെ ഷോകൾ തയ്യാറെടുപ്പ് നടക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ ടി വിയിൽ കാണേണ്ട സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളിരുന്ന് തുടക്കുകയാണ് സ്റ്റേജിലിരുന്ന്. ഇവിടെ കേരളത്തിലെ വലിയ സിമ്പിൾ തുടച്ച് ഡ്രമ്മൊക്കെ തുടച്ചെടുത്ത് വെക്കുക. അപ്പൊ തന്നെ ഒരു കോള് വരാം, എടാ നാണമില്ല എന്തൊന്നും കാണിക്കില്ല. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ ഗുരു തുല്യനായിട്ടും മനസ്സിൽ കണക്കാക്കിയിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ടാർഗറ്റാണ് പുള്ളി. എൻ്റെ ടാർഗറ്റ് മാത്രമാണ്, ഒരിക്കലും എൻ്റെ ഒരു റോൾ മോഡലല്ല. എൻ്റെ ടാർഗറ്റാണ് സാർ. അവിടം വരെ എനിക്ക് സാറിനെ കാണണം, സാറിനെ കൊണ്ട് എൻ്റെ എക്യുപ്മെൻസിൽ നിന്ന് പ്ലേ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമായിരുന്നു. അങ്ങനെ സാറ് വന്ന് ഷോ ചെയ്തു.
ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കറണ്ട് പോയി. അതുകൊണ്ട് എന്തെന്നാ ഇതിന് പറയാൻ, ഈ സാധനത്തിന് പറയാനെന്താ ഇംഗ്ലീഷിൽ എമർജൻസി ഉപയോഗിക്കുന്ന വെളിച്ച സംവിധാനം. അതിപ്പോ വളരെ ഉപകാരപ്പെട്ടിരിക്കുകയാണ്. ഇത് കൂട്ടാൻ പറ്റുമോ? അല്ല, ഇതേ കറണ്ട് പോയപ്പത്തിന് ഇത് വെച്ചപ്പം നമ്മൾ ഈ രണ്ടു തരം വിളക്കുണ്ട്, നിലവിളക്കും കരിവിളക്കും. അതുപോലത്തെ സീല. അപ്പൊ ഞാൻ ഇച്ചിരി പെട്ടെന്ന് കൂട്ടി ഇച്ചിരി അങ്ങോട്ട് നീക്കി വെച്ചോ, വേണമെങ്കിൽ കംപ്ലൈന്റ് പറയണ്ട. ഇല്ലെങ്കിൽ ഇതിനൊക്കെ വിളിച്ചാൽ എന്നെ വഴക്ക് പറയുന്നേ. അപ്പൊ ശിവമണി സാർ വന്ന് പൊട്ടി. അതുകൊണ്ട് സാറ് പോയി തിരിച്ചു വന്നിട്ട് എന്നെ സാറെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സാറ് പറഞ്ഞ ഒരു വാക്കിലാണ്, ഞാൻ വായിക്കുന്നതെല്ലാം ശരിയാണ്, ഞാൻ ഡ്രമ്മറാണ്, ഇന്റർനാഷണൽ ലെവൽ പ്ലെയർ ആണ്, ഓക്കെ, ബട്ട് എക്യുപ്മെന്റ് വൈസ് എൻ്റെ മുമ്പിൽ നീയാന്ന് സാറ് പറയാം. അത് കേട്ടപ്പോഴത്തേനും ഇൻസ്ട്രുമെന്റിന്റെ കളക്ഷന്റെ കാര്യത്തിൽ സാറിന് മുമ്പിൽ ഞാൻ ഉപയോഗിക്കും. കാരണം എന്റെ എല്ലാ എക്യുപ്മെന്റ്സും ബ്രാൻഡഡാണ്. ഇപ്പൊ ജംബെ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് ആഫ്രിക്കയാണ് മെയിൻ, അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എക്യുപ്മെന്റ്സ് ഏതാണെങ്കിലും അതേ ബ്രാൻഡ്, അതേ കമ്പനി, അതേ സാധനങ്ങൾ. ഒന്നും ഇപ്പൊ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തമിഴന്മാര് യൂസ് ചെയ്യുന്ന പാണ്ടിയുണ്ട്, പമ്പ അല്ല ഡോറില്ല, പമ്പ എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റ് മറ്റേ നാസരത്തിലൂടെ ഒക്കെ വായിക്കണം, ഡപ്പാങ്കുത്തോലെ വായിക്കുന്ന സാധനം, ആ ഒരു വോയിസ് കേൾപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് ഒറിജിനൽ, അതായത് ഹൈക്കോർട്ടിന്റെ അവിടെ നിന്നപ്പോഴത്തേനും ഒരാൾ ഇത് കൊണ്ട് നടക്കുക, എന്ത് വിലയാന്ന് ചോദിച്ചു. ഇല്ല സാർ കൊടുക്കൂലെന്ന് പറഞ്ഞു. നമ്മൾ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചോദിക്കാം. അപ്പൊ നല്ല കള്ള പറഞ്ഞു, ഭയങ്കര പൈസയാവും, ഞാൻ തരില്ല. നീ പറയുന്ന പൈസ തരും. എന്താണ് എന്താ വലിയ പൈസ 500 രൂപ. ഒന്നുമില്ല, അയാള് എനിക്ക് തോന്നി അയാൾക്കത് വലുതാണ്. 1500 എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. ആ ക്വസ്റ്റിനെ കൊണ്ട് മേടിച്ചു. ഇതിരുന്നോട്ടെ, കാര്യം ഞാൻ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവനായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിപ്പോ കൊടുക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരാൻ തോന്നിയിട്ടാണ്. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി ഇത് കയ്യിലിരുന്നോണ്ടെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞതാണ്, വേണ്ട സാർ 500 രൂപ മതി. ഞാൻ പറഞ്ഞു, നീ ആ കാണിച്ചത് നീ 1500 മേടിക്കണം. അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ഇരിക്കട്ടെ എന്നൊന്നും വിചാരിക്കാതെ കയ്യിലുള്ളത് കൊണ്ട് ഓണം പോലെ കുടുംബത്തെ നല്ല സന്തോഷത്തോടെ നോക്കുകയും അടിച്ചു പൊളിച്ച് അവരെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കുകയും കൂടാതെ കൈ കഴിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നമ്മുടെ കിടുമച്ചനാണിത്. അച്ഛനത് ഈ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിട്ടേ എനിക്ക് അതൊക്കെ ഒന്ന് കാണാനായിട്ട് ഭയങ്കര മനസ്സങ്ങ് തുടിക്കുന്നു. കുറെ നാളായിട്ട് കറണ്ട് പോയ അവസ്ഥ വെച്ചിട്ട് എന്റെ മക്കൾ എന്തോരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. അല്ല, നമുക്ക് ഇതൊക്കെ എടുത്തു വെക്കാം. കറണ്ട് വരുമ്പോഴത്തേക്കും വരുമായിരിക്കും, ഒന്ന് തിളങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്കതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് പാട്ട് അത്യാവശ്യം വായിക്കേണ്ട സാധനങ്ങൾ മാത്രം. കാര്യം എന്റെ കുറച്ച് റെയർ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അധികാര കയ്യിലില്ലാത്ത കുറച്ച് റെയർ ഇൻസ്ട്രുമെന്റ്. അത് ഞാനിപ്പോ എടുത്ത് സുബിക്ക് വേണ്ടിയിട്ട് ഞാനത് എടുക്കാം. എനിക്കൊരു പ്രശ്നമുള്ള കാര്യം, ഞാനങ്ങനെ എടുക്കാറില്ല ആ സാധനത്തിൽ. അവിടെ എന്റെ ഭാര്യ ലൈറ്റ് കറക്റ്റ് അല്ലേ, കിട്ടുന്നുണ്ടോ? ഉണ്ട്. പ്രശാന്ത് കഴിഞ്ഞാലേ ഇത് നടക്കത്തുള്ളൂ. പേര് വരെ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്ത് നിനക്കുള്ള പണിയും കൂടെ ആട്ടാ തന്നെ. അതിന്റെ അർത്ഥം എന്താ? വീഡിയോ എടുത്തിരിക്കുന്ന പ്രശാന്താണ്, എഡിറ്റ് ചെയ്യുന്ന പ്രശാന്താണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ പറഞ്ഞാൽ എന്നെ പറയരുത്. ഇല്ല, അങ്ങനെയല്ല. പ്രശാന്താണ് ഈ കാര്യത്തിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് അമ്മയും പ്രശാന്തും കൂടി നിർബന്ധിച്ചാണ്. അമ്മ ഗുണ്ടേനെയാണ് ഉദ്ദേശിച്ചത്. എല്ലാ ഗുണ്ടകളാണല്ലോ, എല്ലാ വീട്ടിലും ഗുണ്ടകളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതേ, സുബി അപേക്ഷിച്ചിട്ട് സുബി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിന് 100% സക്സസ്ഫുൾ ആവുന്നുള്ള ഞാൻ ഗ്യാരണ്ടി തരാം. കാര്യം ഒരു ആർട്ടിസ്റ്റ് എന്താണെന്നും ഒരു പ്രൊഫഷൻ എന്താണെന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ആ മേഖലകളെല്ലാം കയറി ഇറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്കും കൂടുതൽ അങ്ങോട്ട് സംസാരിക്കേണ്ടി വരില്ല, സുബിക്കും കൂടെ കൂടുതൽ ചോദിക്കേണ്ടി വരില്ല. കാര്യം പൾസ് സെയിം ആയിരിക്കും, ഏത് രീതിയിൽ വേണമെങ്കിലും പുറത്തേക്ക് പോരും. ഇതുവരെ നമ്മുടെ പ്രേക്ഷകർ 100%, അതിനൊരു നന്ദിയും കൂടി ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട്. ഇതുവരെ ചെയ്ത വളരെ കുറച്ച് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും 100 എല്ലാവരും പോസിറ്റീവ് കമന്റ്സ് ഒക്കെ ആയിട്ട് വളരെ നല്ല റെസ്പോൺസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര പേടിച്ചു തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, പ്രശാന്തും അമ്മയും കൂടി നിർബന്ധിച്ച്, പല ഫ്രണ്ട്സും ഒക്കെ കൂടി നിർബന്ധിച്ച് തുടങ്ങിയതാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ ഓരോ എപ്പിസോഡ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര എനർജിയാണ്. അല്ല അത് ഇൻഡിവിജ്വൽ ഒരു ഇത് നോക്കിയാലും ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് കറി ഉണ്ടാക്കിയപ്പോൾ കുറെ നാളുകൂടി വെച്ചോണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്ലെയറിൽ വെച്ച് കൊടുത്ത് അതിൽ നിന്നൊരു സക്സസ്ഫുൾ ആയിട്ട് ഒരു 3 കമന്റ് തിരിച്ചു കിട്ടിയപ്പോൾ പിന്നെ അതിൽ എനർജി ആയി. പിന്നെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി.
ഇപ്പൊ നമ്മൾ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്തോണ്ടിരിക്കുക. എപ്പോഴും പ്രേക്ഷകരാണ് ഞങ്ങളുടെ പോലുള്ള കലാകാരന്മാരുടെ എനർജി. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റേജ് ആർട്ടിസ്റ്റുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പാട്ട് പാടി തുടങ്ങി, അല്ലെങ്കിൽ ഒരു സ്കിറ്റ് കളിച്ചു തുടങ്ങി, എവിടെയെങ്കിലും ഒരു നല്ല കൈയടി കിട്ടിയാൽ പിന്നെ നമ്മുടെ പെർഫോമൻസ് ഒരു കളറുണ്ട്. ആദ്യം കയറിപ്പത്തെ ഒരു പേടിയുണ്ട് അല്ലെ, ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒരു പേടിയുണ്ട്. പക്ഷെ ഒരു നല്ല ചിരിയോ ഒരു കൈയടി കിട്ടി കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് നമുക്ക് മനസ്സിലായി നമ്മുടെ കയ്യിലാണ് ഈ പ്രേക്ഷകർ. അപ്പൊ അവർക്ക് നമ്മുടെ മാക്സിമം നമ്മൾ എന്താണ് പെർഫോം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മാക്സിമം പെർഫോമൻസ്. അല്ല അതും സെയിം. ഇപ്പൊ പറയാം, സുബിയും ഞാൻ ഒരുപാട് സ്റ്റേജ് ഇഷ്ടംപോലെ ഷോസ് ചെയ്തിട്ടുണ്ട്. ഈ ഷോസ് ചെയ്യുമ്പോഴും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് സപ്പോർട്ട് എന്നുണ്ട് സാധനമുണ്ട്. ഇപ്പൊ ഞാൻ പെർഫോം ചെയ്യാൻ ഇറങ്ങണ നേരമാണെങ്കിൽ സെയിം ടൈം സുബി, പിഷാരടി, ഇങ്ങനെയുള്ളൊരു ഫുൾ ഗ്യാങ് ഉണ്ട്. മനോജ് ജീനസ് ഉണ്ട്, മനോജ് ജീനസ്, ഈ ഫുൾ ടീം ബാക്കിൽ നിന്നിട്ട് ഇവര് പിന്നെ മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ നിന്ന് ഫുൾ ഓൺ എനർജി നമുക്ക് വരും. എനർജി കിട്ടി കഴിയുമ്പോൾ പിന്നെ പ്രാന്താണ് സുബി. അതുപോലെ ഇവര് ഡാൻസ്, ഇപ്പൊ സുബി എത്ര പേര് ഇപ്പൊ സുബിയുടെ ഡാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ആണ് ദ ബെസ്റ്റ് എക്സ്പ്രസീവ് പെർഫോമർ എന്നാണ് ഞങ്ങൾ പറയാം. അതുപോലെ ഈ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ മനുഷ്യനെ നശിപ്പിച്ച് കളയും. അങ്ങനെ കുറെ സ്വഭാവങ്ങൾ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയുള്ളൂ. അപ്പം ഇത് തുടങ്ങുമ്പോഴത്തേനും ഞാനൊക്കെ ഡ്രംസിൽ കൊടുത്ത് വിസിലിട്ട് അടി സുബി അവന് വിളിക്കുള്ളൂ. അതെനിക്ക് കിട്ടുന്ന ഡാൻസ് ഡപ്പാങ്കൂത്ത് പോലത്തെ ഡാൻസ് ഇല്ല. എന്താ പറയുക, എക്സ്പ്രഷൻസ് കൂടുതലുള്ള ഡാൻസാണ് സുബിക്ക് കൂടുതലും വരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് കളിക്കും. ഞങ്ങൾക്കറിയാം ചിലപ്പോ സ്റ്റേജിലോട്ട് കയറി തൊട്ട് തൊഴണ വരെ മൈൻഡ് അപ്സെറ്റ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടാവും. കാര്യം ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ചിരിയും കളിയൊക്കെ ഇല്ലേ ജീവിതത്തില്. ഒരാർട്ടിസ്റ്റ് കാരണേലും കൂടുതൽ എൻ്റെ ഈ പെങ്ങൾ കരഞ്ഞിട്ടുണ്ട് എനിക്കറിയാം. നല്ല രീതി പറഞ്ഞ അയാള് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ 100% അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ സുബി നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മക്കള് ജൂലിയാനും ജുവാനും ആണ് എൻ്റെ മക്കള്, സിന്ധു ആണ് എൻ്റെ ഭാര്യ. 100% ഫുള്ളി ടു സ്പോർട്സ് ആണ് പുള്ളിക്കാരത്തി. നാഷണൽ പ്ലെയർ ആണ്, ടെന്നിക്കോ, ജൂഡോ, കബഡി. അതുകൊണ്ട് കയ്യിലിരിപ്പ് നല്ല അല്ലാത്തപ്പോഴൊക്കെ നല്ല ഇടിയും കൊണ്ടിട്ടുണ്ട്. ഇല്ല അവള് അല്ല ചില ലോക്കൊക്കെ അവളെ പിടിച്ചതാ. നമുക്ക് ഒരു തരത്തിലും വരാൻ പറ്റൂല. കള്ളത്തിലൊന്നും പറ്റില്ല. കള്ളത്തിനും പറ്റുന്നില്ല. അവിടെ ഉണ്ടോ എന്തോ കള്ളത്തിനൊന്നുമില്ല. അതെ, നമ്മളീ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ അവിടെ കിടന്ന് ഭയങ്കര ഒച്ച ഉണ്ടാക്കണ്ട, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അത് ഒരു തത്തക്കുട്ടി. അത് കൊക്കട്ടയിലാണ്. എന്നെ അവള് എനിക്ക് കിട്ടണത് 22 ദിവസം ഉള്ളപ്പോഴാണ്. 22 ദിവസം ഞാൻ പഞ്ഞ രോമം പോലും ഇല്ല. ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി വലുതാക്കിയതാണ്. അത് ഒരാളെ മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്റെ കൊച്ചിനെ കാണാം. ഇതാണ് കിട്ടുള്ളി. കിട്ടുവേ മൈൻഡ് ചെയ്യാത്തതിന്റെ ദേഷ്യം നോക്ക്. മൈൻഡ് ചെയ്യാത്ത ദേഷ്യമല്ല, അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ പിടിക്കാം. എന്റെ ഒപ്പം ഇപ്പൊ സുബി എന്നെ തൊട്ടു, പ്രശാന്ത് തൊട്ടു, നിങ്ങളുടെയൊക്കെ സ്മെല്ലൊക്കെ കിട്ടി. ചിലപ്പോ ഞാൻ കേട്ടെ, ചിലപ്പോ എന്റെ കയ്യിൽ കടിക്കാൻ പറ്റും. അയ്യോ, ഇപ്പൊ ഇത് കാണുമ്പോ നമ്മുടെ പ്രേക്ഷകർ പറയും സുബിയുടെ മണം കിട്ടുവേ. ഞാൻ നല്ല സ്പ്രേ കഴിച്ചിട്ട് വന്നതാ. അപ്പൊ എടുക്കട്ടെ. പേടിച്ചിട്ടാ. സ്പ്രേ അടിച്ചാൽ പിടിക്കത്തില്ലായിരിക്കും അല്ലേ? സ്പ്രേ അല്ല, അവള് ഇല്ല പെണ്ണേ, ഇല്ല ഇല്ല ഇല്ല. അപ്പച്ചി കടി ഇല്ല 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 ഇല്ല. വേറെ ആൾ തൊടായിരുന്ന കണ്ട കിട്ടും. കിട്ടും. അപ്പച്ചിക്കൊരു ഉമ്മ, അപ്പച്ചിക്കൊരു ഉമ്മതാ, അപ്പച്ചിക്കൊരു ഉമ്മതാടി. അപ്പച്ചിന്നൊക്കെ വിളിക്കുന്ന അപ്പച്ചിന്നാ വിളിക്കണം. ഞങ്ങൾ മൈൻഡ് ചെയ്തു കേട്ടോ. ഇനി ഒച്ച എടുക്കാതിരിക്കണേ താത്തുക്കുട്ടി. ഓക്കെ. വേറെ സ്മെല്ലോ അല്ലെങ്കിൽ ഇത് ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് അല്ലേ ഞങ്ങള്. അതെ, അത് മാത്രമല്ല ഇപ്പൊ പുറത്താണെങ്കിൽ പോലും ഒരാള് പരിചയമില്ലാത്ത ആള് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ടോൺ മാറും. അപ്പോ ഒരു എപ്പിസോഡിൽ തീരുന്ന വിശേഷങ്ങൾ അല്ല ഞങ്ങൾ അളിയന്മാർക്ക് പറയാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കൊട്ടും മേളവും താളവും പാട്ടും കുക്കിംഗ് ആണോ അല്ല ഭക്ഷണം ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതെ, കറണ്ട് വരണ്ടേ, നിങ്ങൾ കറണ്ട് അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.